തീർച്ചയായിട്ടും നിങ്ങൾ നിയമസഭാ രേഖകളെടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്തും നിരന്തരമായി ഈ വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയങ്ങളും മറ്റും അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിമാൻഡ് വരുമ്പോൾ, അത് ഹെൽത്തിൻ്റെ ഡിമാൻഡ് വരുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹെൽത്തിൻ്റെ ഡിമാൻഡാണ്. നിങ്ങൾ സബ്മിഷൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. അതിൽ കൂടുതൽ ഡോക്ടേഴ്സിനെ കുറിച്ചാണ്. ഈ ഡോക്ടേഴ്സിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ സർക്കാർ ഒന്നാം സർക്കാർ വന്നപ്പോൾ അവർ പറഞ്ഞു അവർ കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ശാക്തീകരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അവർ ചെയ്തത് PHCകളുടെ പേര് മാറ്റിയിട്ട് അവരതിനെ ഫാമിലി വെൽഫെയർ സെൻ്ററാക്കി. ആ ഫാമിലി വെൽഫെയർ സെൻ്ററുകൾ കുറേയേറെ ഫാമിലി വെൽഫെയർ സെൻ്ററുകളിൽ അവർ സമയം കൂട്ടി നിശ്ചയിച്ചു. എന്ന് വെച്ചാൽ സാധാരണ 2-4 മണി വരെയുള്ള PHC ആയിരുന്നെങ്കിൽ അതിലൊരു ഡോക്ടറെയും കൂടെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് 7 മണി വരെ ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ തുടങ്ങിയ പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ആ ഒരു 16 hours സംവിധാനം നടക്കുന്നില്ല. എന്നുമാത്രമല്ല, ഈ പറഞ്ഞ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള പല FWCകളുടെ അവസ്ഥ PHCകൾ അന്നത്തെ കാലത്തെ പോലെ തന്നെ ആയിരിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം അടക്കം തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇവർ നടത്തി. അപ്പോൾ ഇവർ ശാക്തീകരിക്കുന്നു പറയുമ്പോഴും താഴെത്തട്ടിലുള്ള സ്ഥാപനങ്ങളിൽ മരുന്നുകളില്ല, സ്റ്റാഫില്ല എന്നുള്ള വാസ്തവം തന്നെയാണ്. നിങ്ങളൊന്നും വേണ്ട, ഞാൻ കണക്കുകളൊന്നും കിടക്കുന്നത്. നിങ്ങളൊരു ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തിരിക്കുകയാണ്. നെടുമങ്ങാട് ജില്ലാശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് വന്നാൽ അവിടെ 2 മിനിറ്റ് നിർത്തി ആംബുലൻസ് നേരെ പേരൂക്കട വരികയാണ്. അവിടെ നിന്ന് അടുത്ത മിനിറ്റ് മെഡിക്കൽ കോളേജ് കൊണ്ടിരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജ് ഓവർലോഡ് ആവാനുള്ള കാരണം താഴെത്തട്ടിൽ ശാക്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടും അവിടെ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടും അവിടെ മരുന്നുകളില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് KMCL ഏകദേശം 700 കോടി രൂപ മരുന്നുകളുടെ ബില്ല് പെൻഡിംഗ് ആണ്. കാസ്പിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രം, ഹോസ്പിറ്റൽസിന് മാത്രം ഏകദേശം 1300 കോടി രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ മരുന്ന് കൊടുത്താൽ, ബില്ല് ക്ലിയർ ചെയ്താൽ തീർച്ചയായിട്ടും ഇവർ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാകും. പിന്നെ നിങ്ങൾ പറയുന്ന ബഡ്ജറ്റ് ഓവർലെ എനിക്ക് എന്താണെന്ന് അറിയില്ല, കണക്കുകൾ എന്ത് ചെയ്തില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 2015-16 ഒരു ടോട്ടൽ ബഡ്ജറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ ചേർത്തൊരു 7000 കോടി രൂപ ഹെൽത്ത് സെക്ടറിൽ ചിലവാക്കുമായിരുന്നു. ഇപ്പോൾ അത് നോക്കുമ്പോൾ ഒരു 5-6 വർഷം മുമ്പ് അത് 7000-ൽ നിന്ന് 8000-ആയി 9000-ആയി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിലാക്കുന്നത് 9500 കോടി രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ചിലവെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുന്നത് ഇൻക്രിമെൻ്റലായിട്ടുള്ള ഇൻക്രീസാണ്, എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻക്രീസാണ്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന സംശയങ്ങൾ എനിക്കുണ്ട്. അതോടൊപ്പം പല രേഖകളിലും നേരത്തെ ശ്രീ NV ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ആളുകൾ കയ്യിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ശ്രീ സമ്പത്ത് തന്നെ പറയുന്ന ഈ പ്രശ്നങ്ങളാണുള്ളത്. ഇപ്പോൾ ഞാനടക്കമുള്ള എന്നോടിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഭാവിയിലെ പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം 1-2 വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സിൻ്റെ ആകുന്നുള്ളതാണ് കേരളം നേരിടാൻ പോകുന്ന ഭാവിയിലെ ഏറ്റവും വലിയ പ്രശ്നം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം വാങ്ങിക്കുന്നതും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതും 2-3 പ്രധാനപ്പെട്ട PE ഫണ്ട്സും മറ്റ് ഫണ്ടുകളും ഒക്കെയാണ്. മരുന്നുകൾ മുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ റേറ്റുകൾ മുതൽ കൂടാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് പൊതു ആരോഗ്യ രംഗത്ത് ശാക്തീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഇന്ന് ദേശാഭിമാനി കണ്ടതുപോലെ തന്നെ മരണത്തിൻ്റെ വ്യാപാരികൾ, നിങ്ങൾ കോവിഡ് സമയത്ത് ശ്രീ VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അവിടെ പോയി മലയാളികളായി വാളയാർ കിടക്കുന്ന ആളുകളെ സഹായിച്ചതാണ്. അവരെ നിങ്ങൾ മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന് വിളിച്ചു. കോവിഡ് കണക്കുകൾ വന്നപ്പോൾ അതിൽ മാസീവായിട്ട് റിഗിങ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് കോടതി ശരിവെച്ചു. വീണ ജോർജ് മന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവരുടെ സെക്കൻഡ് മന്ത്രിസഭയുടെ ജൂണിലോ ജൂലൈ 2021 നിയമസഭാ സമ്മേളനത്തിൽ അത് അംഗീകരിക്കുന്നുണ്ട്. സർക്കാർ നിർബന്ധിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കോവിഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ആ മരണപ്പെട്ട ലിസ്റ്റിലില്ലാത്ത ആളുകളെ കയറ്റുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ട് കോടതിയും പ്രതിപക്ഷം ഇടപെട്ടത് കൊണ്ടാണ് കൂടുതൽ ആളുകൾ ലിസ്റ്റിൽ കയറിയത്. മറ്റ് സംസ്ഥാനങ്ങൾ അത് ചെയ്തില്ലെന്ന് ചോദിക്കുന്ന ഒരു കാര്യവുമില്ല. CPM-ൻ്റെ ക്യാപ്സ്യൂളുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കോവിഡ് എണ്ണം കൂടി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ UP ആയിട്ടോ ബീഹാറുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നമ്മൾ കാലങ്ങളായി കമ്പയർ ചെയ്യുന്നത് HDIയിൽ കമ്പയർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളായിട്ടാണ്. അപ്പോൾ UPയിൽ കണക്ക് കൂടിയില്ലേ, മഹാരാഷ്ട്രയിൽ കണക്ക് കൂടിയില്ലേ, ബംഗാളിൽ കൂടിയില്ലേ, ബീഹാറിൽ കൂടിയിട്ട് ഒരു കാര്യവുമില്ല. കേരളത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കോവിഡ് നമ്പറിൽ ഉണ്ടായെന്നുള്ളത് പൊതുസമൂഹത്തിന് ഇലക്ഷന് ശേഷം PR-ന് ശേഷം മനസ്സിലായതുള്ളപ്പോൾ ജനങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ പ്രതിപക്ഷ സമരം ചെയ്യുമ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ എനിക്കറിയാം കരുനാഗപ്പള്ളി അടക്കം എറണാകുളം അടക്കം പത്തനംതിട്ട അടക്കമുള്ള ആളുകൾ റിമാൻഡിന് പോയിക്കുകയാണ്. ഈ ജനകീയ വിഷയത്തിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇവർ സമരം ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണെന്നുള്ളത്. ഇവിടെ എല്ലാ ജനകീയ വിഷയങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായിട്ടുള്ള സമരം യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ട് പോകുമ്പോൾ അതിനെതിരെ നിങ്ങൾ സമരണം ചെയ്യുന്നതിന് കളിയാക്കുകയാണ്. ഒരു MLA ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ തെറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മറ്റൊരു ചാനലിൽ കേട്ടു, ഇടതുപക്ഷത്തിൻ്റെ ആൾ പറയുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യം നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത്.
ഒരു വിഷയം വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ഇനിയും നിങ്ങൾ എല്ലാ പത്രങ്ങളും നോക്കൂ, നിങ്ങളുടെ പത്രമടക്കം എല്ലാ പ്രമുഖ പത്രങ്ങളും ലോക്കലായിട്ടുള്ള വാർത്ത കൊടുക്കുകയാണ്. അവിടുത്തെ ജില്ലാ ആശുപത്രിയുടെ പ്രശ്നം, താലൂക്ക് ആശുപത്രിയുടെ പ്രശ്നം, PHCയുടെ പ്രശ്നം, സബ് സെൻ്ററിൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന മറ്റൊരു PR ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ 5000-ഓളം സബ് സെൻ്ററുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയ കാര്യം ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഴയ സബ് സെൻ്ററിൻ്റെ പേര് കേന്ദ്ര സർക്കാർ മാറ്റിയപ്പോൾ, അതിലെ നീല നിറം മാറ്റി കാവി നിറം അടിച്ചപ്പോൾ അതനുസരിച്ച് ഈ പറഞ്ഞ 5300 പുതിയ സ്ഥാപനങ്ങൾ വന്നു. കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ VSന്റെ സമയത്തും ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തും ഉണ്ടായിരുന്ന PHCകളെ മാറ്റി നിങ്ങൾ ഫാമിലി വെൽഫെയർ സെൻ്റർ എന്ന് പേര് മാറ്റിയപ്പോൾ മന്ത്രി പോസ്റ്റ് ഇടുകയാണ്. അതാണ് അതിന് ഏറ്റവും വലിയൊരു ഒരു വിഷമം. ഒരു മന്ത്രി പോസ്റ്റ് ഇടുകയാണ്. UDFന്റെ സമയത്ത് ഫാമിലി വെൽഫെയർ സെൻ്റർ 0, LDFന്റെ സമയത്ത് 1500. അതെങ്ങനെ? UDFന്റെ സമയത്ത് ഫാമിലി വെൽഫെയർ സെൻ്റർ അല്ല, അതിൻ്റെ പേര് പബ്ലിക് പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്റർ എന്നാണ്. അപ്പം ഇത്രയും മന്ത്രിക്ക് അറിഞ്ഞൂടെ? അപ്പോൾ മന്ത്രി ഇതിനകത്ത് എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ചയ്ക്കകത്തോ വീട്ടിൽ നിന്നോ ചർച്ച ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ജയിക്കാൻ വേണ്ടി പറയുന്ന കണക്കുകൾ, അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിൽക്കുമ്പോൾ പുറകിൽ ബിൽഡിംഗ് ഇടിയുമോ എന്നുള്ള പേടിയിൽ നിൽക്കുമ്പോൾ അവിടെ ഞാൻ പറയട്ടെ, ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ക്ലെയിമായിട്ട് പറഞ്ഞത്, ഞാൻ ചോദിക്കുകയാണ്, JCB അതേപോലെ കൊണ്ടുവന്നുള്ളത്. അവിടെയുള്ള വേറൊരാൾക്ക് ഒരു JCB കൊണ്ടുവരാൻ പറ്റത്തില്ലേ? മന്ത്രി പറയുന്നത് ഞാൻ വിളിച്ചുകൊണ്ടാണ് ഹിറ്റാച്ചി വന്നതെന്നുള്ളത്. ഒരു ബിൽഡിംഗ് ഇടിയുമ്പോൾ മന്ത്രി വിളിച്ചാലേ ഹിറ്റാച്ചി വരത്തുള്ളൂ. അങ്ങനെ മന്ത്രി വിളിച്ചാൽ മാത്രം ഹിറ്റാച്ചി വരികയാണെങ്കിൽ പിന്നെ അവിടെ ബാക്കി ആൾക്കാർക്ക് എന്താ റോള്? മന്ത്രിയുടെ ഊറ്റം കൊള്ളുകയാണ്, ഞാൻ വിളിച്ചാണ് ഹിറ്റാച്ചി വന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് ഇത് മാറണം. ഇതിനെ കൃത്യമായി പോസിറ്റീവായി കാണണം. നമ്മുടെ പ്രശ്നം അതിനെ പോസിറ്റീവായി ഇടതുപക്ഷം കാണുന്നത്. സമ്പത്തടക്കം മെച്യൂറായിട്ടുള്ള പൊളിറ്റീഷ്യൻ പോലും അദ്ദേഹത്തിന് കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നില്ല.